പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇനി തിരക്കേണ്ട ദിവസങ്ങളായതുകൊണ്ട് ഇതിപ്പോൾ പള്ളിയിൽ പോയി വന്നിട്ടാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത്. വ്യാഴാഴ്ച ഞങ്ങൾക്ക് നല്ല കടയുള്ള ദിവസങ്ങളാണെന്ന് ക്രിസ്ത്യാനികളായി എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പകലൊന്നും നമുക്ക് നേരം കിട്ടിയിട്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതോടൊപ്പം നമ്മുടെ വീട്ടിൽ പെസക മുറിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ചടങ്ങും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിന്ന് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ശുദ്ധമായ വെളിച്ചെണ്ണ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും ഇല്ലേ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ വിചാരിക്കണില്ല. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളായാലും തലയിലത്തെ പ്രശ്നങ്ങളായാലും അത് മാറിപ്പോകുന്നുള്ളത് പലർക്കും അറിയില്ല. തലയിലത്തെ നമുക്കറിയാം. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്കിന്നിൻ്റെ പ്രശ്നം മാറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നമ്മൾ മുഖത്തും അതുപോലെ തന്നെ കയ്യന്മലത്തെ കരിവാളിപ്പൊക്കെ പോകാനായിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. മുഖത്തുണ്ടാവണ ഒരു കുത്തു പോലത്തെ നമ്മുടെ സ്കിന്നിൻ്റെ തൊട്ടന്നെ കൊണ്ട് ഒരു ഡബിൾ കളർ പോലെയൊക്കെ വരുന്നില്ലേ, പിഗ്മെൻറ്റേഷൻ പോലെ. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നമുക്ക് വളരെയധികം ഗുണം ചെയ്യണ ഒന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡയും ശുദ്ധമായ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് മുഖത്തിട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഡെയിലി വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണയിൽ കുറച്ച് ഷുഗറും കൂടി ചേർത്ത് നമ്മുടെ മുഖം സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നല്ല ഗ്ലേസിങ് ആണ് മുഖത്ത്. നമ്മുടെ മുഖത്തിൻ്റെ കറുപ്പും കാര്യങ്ങളൊക്കെ മാറാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ കൊണ്ട് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും നമ്മുടെ പൊടിച്ച മഞ്ഞളും കൂടി ചേർത്തിട്ട് പല്ലുമ്മ തേക്കുകയാണെങ്കിൽ പല്ലുമ്മൽ തക്കാറ പോയി കിട്ടും. അത് നമ്മുടെ കാരണന്മാരായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യങ്ങളാണല്ലേ. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ നമ്മുടെ സവോളയുടെ നീരും കൂടി ചേർത്തിട്ട് നമ്മൾ തലയിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ മുടി കൊഴിച്ചലിന് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ നമുക്കൊരു കാര്യം കൂടി വെളിച്ചെണ്ണ കൊണ്ട് ചെയ്യാമെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണയിൽ നമ്മുടെ കാപ്പിപ്പൊടി ചേർത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ അടിയിലത്തെ ഈ ഭാഗത്തൊക്കെ ഒരു ചുളിച്ചിലുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ കാണാതെ പോണ കാര്യങ്ങളാണ്, അത് മാറിക്കിട്ടും. അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. പിന്നെ നമ്മുടെ നെറ്റീനെ എൻ്റെ അടുത്ത് കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പിരികും അതുപോലെ തന്നെ നെറ്റിമലത്തെ ചുളിച്ചിലൊക്കെ എങ്ങനെയാണ് മാറാന്നുള്ളത്. നമ്മൾ മുഖമൊക്കെ നമ്മൾ ക്ലിയർ ആക്കി എടുക്കും. പക്ഷേ നെറ്റിമലത്തെ മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലെടുത്തിട്ട് നമുക്ക് ഇവിടെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ കുഞ്ഞു വരകളൊക്കെ ഉണ്ടാവും. എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡെയിലി പാക്കുകളൊക്കെ ഇട്ട് ഇവിടെയൊക്കെ മസാജൊക്കെ കൊടുക്കും തോറും നമ്മുടെ ഇവിടുത്തെ ആ ഒരു ഇതൊക്കെ മാറി നല്ല സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എന്നെ മനസ്സിലാവും. എന്നെ മുമ്പ് അറിയണവർക്കും ഇപ്പോൾ അറിയണവർക്കും നല്ലപോലെ മനസ്സിലാവും ആ മാറ്റം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു 10 വട്ടമൊക്കെ ഡെയിലി തുണ്ട് വെളിച്ചെണ്ണയൊക്കെ നമ്മൾ കുളിക്കുന്നേക്കാളും ഉപ്പാട് ഒക്കെ ആക്കിയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ തേക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ക്രീമുകൾ നമ്മളിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ ക്രീമുകൾ എടുത്തിട്ട് വൈകുന്നേരം നിങ്ങൾ കിടക്കണേക്കാളും ഉപ്പാട് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ നമ്മുടെ പിരികത്തിന് ഒന്ന് സെറ്റാക്കി എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിരിക് ഒറിജിനൽ തന്നെയാണ് കേട്ടോ. വേറെ നമ്മൾ കറുപ്പോ ഒന്നും ഞാൻ തേച്ചിട്ടില്ല. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇവിടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ പിടിച്ചിട്ട് ഇതേപോലെ ഒരു 10 എണ്ണണ വരയ്ക്കും നമ്മൾ ഹോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വിട്ട് അങ്ങനെ നിങ്ങൾക്ക് പറ്റാവുന്ന നേരം നിങ്ങളത് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ പിരികത്തിന് ഇതേപോലെ ഒന്ന് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് വെളിച്ചെണ്ണ നമുക്ക് മുഖത്ത് നമ്മൾ തേക്കുന്നതാണല്ലോ, അപ്പോൾ അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പിടിച്ച് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് തന്നെ മനസ്സിലാവും ഈ പിരികത്തിൻ്റെ ഈ ഭാഗങ്ങൾ ഇങ്ങനെ മാറി കിട്ടണത്. അതങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഗുണം കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിന് ഇതായി ഇങ്ങനെ പിടിച്ച് ഇതേപോലെ ഒന്ന് നീട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെറ്റിയും അതുപോലെ തന്നെ നമ്മുടെ കണ്ണും ഈ പിരികത്തിൻ്റെ ഭാഗം നല്ലപോലെ സെറ്റായി കിട്ടും കേട്ടോ. അതിപ്പോൾ കുറച്ച് ഇത്തിരി പ്രായമൊക്കെ ചെന്നവർക്കായിരിക്കും ഇത് ഭാഗങ്ങളങ്ങനെ വീണിട്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവുക. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ആ ഒരു ചെറിയ ചടങ്ങും കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷോർട്ടായിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൂടി ഒന്ന് കണ്ടിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഞാൻ ക്ലോസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലോട്ട് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അടുത്തൊരു കിട്ടി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.
പാത്രത്തിൽ വെള്ളമെടുത്തു, വെൺകച്ചയുമരയിൽ ചുറ്റി. മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, പാദങ്ങൾ കഴുകി. വിനയത്തിൻ മാതൃക നൽകാൻ, സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാൻ, സകലേശൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, പാദങ്ങൾ കഴുകി. സ്നേഹത്തിൻ ചിറകു വിരിഞ്ഞു, രാജാളി തെളിഞ്ഞു പറഞ്ഞു, സ്നേഹിതരെ നിങ്ങൾക്കിന്നൊരു മാതൃക ഞാനേകി.